കൃഷിയുടെ കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ തൊഴിലാളിക്ഷാമൊക്കെ ഉള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ കൃഷി നഷ്ടത്തിലായിരിക്കുന്ന സമയമാണ്. ആ സമയങ്ങളിലൊക്കെ യന്ത്രവൽക്കരണത്തിലൂടെ കൃഷി ലാഭകരമാക്കി കൊണ്ടുപോകാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ധാരാളം സബ്സിഡികൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിന് കാർഷിക ഉപകരണങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് സബ്സിഡി നൽകുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 50% തുടങ്ങി 80% വരെ സബ്സിഡി നിരക്കിൽ കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്, സ്മാം എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതിയുടെ വിശദീകരണങ്ങളും അതുപോലെ തന്നെ നമ്മൾക്കിതിന് ലഭിക്കാനായിട്ട് നമ്മൾ എവിടെ അപേക്ഷ വെക്കണം, എന്താണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 40% അല്ലെങ്കിൽ 50% സബ്സിഡി മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. പക്ഷേ നമ്മളൊരു കാർഷിക ക്ലസ്റ്ററൊക്കെ രൂപീകരിച്ച് നമ്മൾ അപേക്ഷ വെക്കുകയാണെങ്കിൽ ക്ലസ്റ്ററിൻ്റെ ലെവലിലായിരിക്കും ഇതിൻ്റെ ഉപകരണങ്ങൾ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 80% വരെ സബ്സിഡി ലഭിക്കും. അതുകൊണ്ട് ഒരു പ്രദേശത്തുള്ള കർഷകർ ഒന്നിച്ചു ചേർന്ന് അവർക്ക് ആവശ്യമായ കാർഷിക ഉപകരണങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടി നമ്മൾ ക്ലസ്റ്ററൊക്കെ രൂപീകരിച്ച് ആ ക്ലസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അപേക്ഷ വെക്കുമ്പോൾ നമുക്ക് 80% സബ്സിഡി നിരക്കിൽ നമുക്ക് കാർഷിക ഉപകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. സംഘമൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഒരു 6 മാസത്തിൽ കൂടുതൽ പ്രവർത്തന പരിചയമുള്ള സംഘങ്ങളായിരിക്കണം. അത് നമ്മൾ കൃഷിഭവനിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സംഘങ്ങളായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ സംഘം രജിസ്റ്റർ ചെയ്യുന്നത് ജില്ലാതലത്തിലുള്ള നമ്മുടെ രജിസ്റ്റർ ഓഫീസുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ agrimachinery.nic.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്, നമ്മൾ എന്താണ് പ്രവർത്തനങ്ങൾ വേണ്ടിയെന്ന്, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയി നമുക്കിത് രജിസ്റ്റർ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ വിൽക്കുന്ന കടകളുണ്ട്, മിഷനറികളൊക്കെ വിൽക്കുന്ന കടകളിൽ ചെന്ന് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതുപോലെ കൃഷിഭവനിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതിയിലൂടെ കാർഷിക ഉപകരണങ്ങൾ ലഭിച്ച ഒരു സംഘമാണ് നമ്മുടെ വണ്ടമേട് പഞ്ചായത്തിൽ കുപ്പക്കൽമേട് എന്ന് പറയുന്ന സ്ഥലത്ത് സായൂജ്യ എന്ന് പറയുന്ന ഒരു കാർഷിക ക്ലസ്റ്റർ, അതായത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച 2ാമത്തെ കാർഷിക ക്ലസ്റ്ററാണ് ഈ സായൂജ്യ. അപ്പോൾ ഈ അവരുടെ ക്ലസ്റ്ററിനെ സംബന്ധിച്ച് അവർക്ക് 10 ലക്ഷം രൂപ വരെയുള്ള കാർഷിക ഉപകരണങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 80% സബ്സിഡി ഉള്ളതുണ്ട്, 60% സബ്സിഡി ഉള്ളതുണ്ട്. പോയിട്ട് അവരിന്ന് ആ ക്ലസ്റ്ററിൻ്റെ അവർക്ക് ലഭിച്ച കാർഷിക ഉപകരണങ്ങൾ, അവരുടെ കൃഷിക്ക് അനുയോജ്യമായ കാർഷിക ഉപകരണങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവരിന്ന് അത് വിതരണം ചെയ്യുന്നു. വാർഡ് മെമ്പർ ശ്രീ ജോസ് മാടപ്പള്ളി, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോൺസന്, അതുപോലെ കൃഷി ഓഫീസർ പ്രിൻസി ജോണ്, കൃഷി അസിസ്റ്റൻറ്റ് VK ഷിബു, അജിത മാഡം, ഈ ക്ലസ്റ്ററിൻ്റെ പ്രസിഡന്റ് ശ്രീ EK ജോസ്, ഇവരുടെ സാന്നിധ്യത്തിലാണ് ഈ മിഷനറികളെല്ലാം വിതരണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ അംഗങ്ങളെല്ലാം വളരെ ആഹ്ലാദഭരിതരായിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു നല്ലൊരു സംരംഭമാണ്. ഒരു വെജിറ്റബിൾ ക്ലസ്റ്ററായിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ജില്ലയിൽ തന്നെ ഒരു അവാർഡ് മേടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ വെജിറ്റബിൾ കൃഷി ഏകദേശം ഒരുവിധം നല്ല കൃഷി തന്നെ ഈ വണ്ടമേട് പഞ്ചായത്ത് ഉണ്ട്. അതിനും ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഒരു കാഴ്ച വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയത്. അതിനാദ്യമായിട്ട് നിങ്ങളെല്ലാവരെയും ഓരോ അംഗങ്ങളെയും പ്രത്യേകമായിട്ട് എൻ്റെ ഒരു ആശംസ അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വെച്ചാൽ ഇന്നത്തെ ഈ ഇത്രയും ഇംപ്ലിമെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണല്ലേ സർക്കാരിൻ്റെ ഒരു സബ്സിഡി ആയിട്ട് നമുക്കിങ്ങനെ ലഭിക്കുന്നത്. അപ്പോൾ ഇത് പലരും ഇത് അറിയുന്നില്ല അല്ലേ. ഈ കൃഷി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഒരു കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയല്ല, കൃഷി വകുപ്പാണ് നടപ്പിലാക്കുന്നത്. കൃഷിഭവൻ്റെ നേരിട്ടുള്ള ഒരു പരിപാടി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് പേർക്കിത് അറിയാൻ സാധിച്ചിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമാണ്. ജില്ലാ കൃഷി ഓഫീസർ നടപ്പിലാക്കുന്ന AEXC ഓഫീസിൽ നിന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ അത് സ്മാം എന്നുള്ള പ്രത്യേക പദ്ധതിയാണ്, സ്മാൾ മെക്കനൈസേഷൻ ഫാമിംഗ് എന്നുള്ള പ്രത്യേക സ്കീമാണ്. അതുവഴി എല്ലാ കർഷകർക്കും അവർക്ക് വേണ്ടിയ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കാം. ഒരു വ്യക്തികൾക്കാണെങ്കിൽ 50% കൂടി ഇതിന് സബ്സിഡി കിട്ടും.
ഒരു സംഘമാണെങ്കിൽ, രജിസ്റ്റർ ചെയ്ത സംഘമാണെങ്കിൽ അതിന് 80% കൂടി സബ്സിഡി കിട്ടും. അത് പലരും പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചക്കുവളം പഞ്ചായത്തിലും മണ്ടപാട് പഞ്ചായത്തിലായിട്ട് ഒരുപാട് കർഷകർ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ ഇടയ്ക്കാട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് കർഷകർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് നമുക്ക് എടുക്കുമ്പോൾ ഇത്രയും റേറ്റ് 80% സബ്സിഡി കിട്ടുന്നുണ്ട്. 20% മാത്രം നമുക്ക് ചിലവാക്കിയാൽ മതി. ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ ലഭിക്കുന്ന സബ്സിഡികൾ നമുക്ക് പരമാവധി ലഭിക്കാനായിട്ട് നമ്മൾ ഒരു സംഘമൊക്കെ രൂപീകരിച്ച് നമ്മളതിൽ നേടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കാർഷിക മേഖലയൊക്കെ വളരെ വില തകർച്ചയൊക്കെ മൂലം ബുദ്ധിമുട്ടുന്ന അവസരങ്ങളിൽ നമുക്കൊരു മോട്ടറൊക്കെ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു വാൾ വാങ്ങിക്കണം, അതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കൃഷികളൊക്കെ രൂപീകരിച്ച് നമ്മൾ ഈ ഗവൺമെൻറ്റിൽ അപേക്ഷയൊക്കെ വെച്ച് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് 40% തുടങ്ങി 80% വരെയുള്ള സബ്സിഡി നിരക്കിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ കൈത്താങ്ങായിരിക്കും. അതുകൊണ്ട് സാധിക്കുന്ന ആൾക്കാരെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് കൂടെ നമുക്ക് ഓർമ്മിപ്പിക്കും. ഞങ്ങളുടെ ഈ ചെറിയ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.